ഈയിടെയായിട്ട് ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അലർജി ചുമ. അത് കുഞ്ഞുങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പം അതിൻ്റെ പ്രധാന റീസൺ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ കുട്ടികളിലാണ് ഈ രാത്രി കാലങ്ങളിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ചുമ വളരെയധികം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ നമ്മുടെ റെയിനി സീസണാണ്, നമ്മൾ ചിലപ്പം തുണി അത് നമ്മൾ റൂമിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടിടുന്നുണ്ടാവും. അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് റൂമിൽ തങ്ങി നിൽക്കാനുള്ള ഒരു റീസൺ ആവുകയും ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ അലർജി ട്രിഗർ ആവാനുള്ള റീസൺ ആയിരിക്കും. അതേപോലെ തന്നെ ഓപ്പൺ ഷെൽഫ്, റൂമിൽ ബുക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഓപ്പൺ ഷെൽഫ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ ചുമരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് നന്നാവും. അതായത് ഈ സമയത്ത് ഈ കണ്ടിന്യൂസ് ആയിട്ട് റെയിനൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതിൽ പൂപ്പലുകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണണമെന്നുണ്ടാവില്ല, ചെറിയ രീതിയിൽ പൂപ്പലുകൾ ഉണ്ടാവും. ചില ഗ്രീനിഷ് ആയിട്ട് കാണുന്ന വിസിബിൾ ആയിട്ടുള്ള പൂപ്പലുകളും ഉണ്ടാവും. അപ്പോൾ അത് പറ്റാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ റെയിനി സീസണിൽ അലർജി ട്രിഗർ ആക്കുന്ന ചില കാര്യങ്ങളൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.